ഹായ് ഡേയ്സ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ നൂലുകെട്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വീട്ടിലോട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. കമലേശ്വരം വീട്ടിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെയൊക്കെ കൊണ്ടിട്ടാണ് തന്നെയാണ് വന്നിരിക്കുന്നത് തന്നെ. നമ്മുടെ കണ്ണനാണെങ്കിൽ അത് ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞാദ്യമായിട്ട് വീട്ടിൽ വരികയാണ്. അപ്പോൾ കുഞ്ഞിന് നല്ല തൊട്ടിലും കളിപ്പാട്ടങ്ങളും ഒരുപാട് സാധനങ്ങളായിട്ട് കണ്ണിലും എത്തുന്നുണ്ട്. നമ്മുടെ ദുർഗയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനെ എടുക്കാനുള്ള ഈ ഒരു ധൈര്യക്കുറവും പിന്നെ നമ്മുടെ മഞ്ജുവും പിന്നെ അവരൊക്കെ പറയുമ്പോൾ എന്നൊരു പേടിയൊക്കെ നമ്മുടെ ദുർഗയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദുർഗയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോടാണെങ്കിൽ നൂലുകെട്ട് ഇവിടെയാണോ നടത്തുന്നത് മോളെന്ന് ചോദിക്കുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട് അല്ലമ്മേ മഞ്ജുവിൻ്റെ വീട്ടിലായിരിക്കും, അവിടെ ആയിരിക്കും നൂലുകെട്ടും കാര്യങ്ങളൊക്കെ നടത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയുടെ കൂട്ടുകാരി ഉണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരാരും തന്നെ എടുത്തോടത്തോളം മതിയായി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറയുന്നുണ്ട് വേണ്ട മോളെ കുഞ്ഞിനെ മോൾ കയ്യിൽ തന്നെ വെച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മി പോയതിന് ശേഷം കണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. കണ്ണനോടാണെങ്കിൽ പൊട്ടിക്കരഞ്ഞു പറയുന്നുണ്ട് ഞാൻ ചെയ്ത പാവങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടാണ് തീർക്കേണ്ടതെന്ന് എനിക്കറിയില്ല പൊന്നുമോനെ, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോവും, എന്തായാലും എന്നോട് പുറത്തു കഴിഞ്ഞല്ലോ, അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അമ്മയുടെ സ്നേഹം എനിക്കിപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അമ്മ പണ്ട് എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആ ഒരു സ്നേഹത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവില്ല അമ്മയെ. അമ്മ എന്തായാലും പേടിക്കണ്ട, കുഞ്ഞിനെ എന്തായാലും അമ്മയ്ക്ക് തരും എടുക്കാനൊക്കെ. അമ്മ എന്തിനാണ് പിന്നെ അത് ആലോചിച്ച് സങ്കടപ്പെടുന്നത്? മോൻ്റെ കുഞ്ഞിനെ അതെടുക്കണമെന്ന് എനിക്ക് നല്ലപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജുവും പിന്നെ അവരൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങളാണ് അമ്മേ, അമ്മ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. അതിന് ഈശോ ആണെങ്കിൽ ദുർഗ പറയുന്നുണ്ട് കണ്ണനോടായിട്ടാണെങ്കിൽ ഇത് നമ്മുടെ ജ്വല്ലറിൽ നിന്ന് വാങ്ങിച്ചാണ് കുഞ്ഞിന് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇതെന്തായാലും പൊന്നുമോനാണെങ്കിൽ നമ്മുടെ മോൻ്റെ കാലിൽ അണിയിച്ചു കൊടുക്കണം. അമ്മ എന്തിനാണ് ഇതൊക്കെ വാങ്ങിയിട്ട് പൈസ കളയാൻ പോയത്? അമ്മയ്ക്കാണെങ്കിൽ അവിടെ നിന്നുള്ള ഇഷ്ടമുള്ള എടുക്കാമായിരുന്നല്ലോ, ഞാനാണെങ്കിൽ വിളിച്ച് പറയാമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അത് ശരിയാവില്ല മോനെ, ഇത് മോൻ വല്ലപ്പോഴൊക്കെ ആയിട്ട് അമ്മയ്ക്ക് തന്ന പൈസയിൽ നിന്ന് അമ്മ സ്വരുക്കൂട്ടി വാങ്ങിച്ചതാണ്, ഇതെന്തായാലും കുഞ്ഞിൻ്റെ കാലിൽ അണിയിക്കണം, അതാണ് അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊടുത്താൽ അവർ വാങ്ങാതിരുന്നാലോ എന്ന് വെച്ചിട്ടാണ് മോൻ്റെ കയ്യിൽ ഈ അമ്മ തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും ആവശ്യമില്ല അമ്മേ, അമ്മ തന്നെ അമ്മയുടെ കയ്യിൽ വെച്ചോ, നാളത്തെ നൂലുകെട്ടിന് അമ്മ തന്നെ നേരിട്ട് മഹിയുടെ കയ്യിലും കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദുർഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ ശ്രീമന്ത്രിയും വാമനൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. വാമൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒന്നും തന്നെ ഒരു പിടിയില്ലല്ലോ, ആ ചെറുക്കൻ്റെ നൂലുകെട്ടാണ് നാളെ ആണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെയാണെങ്കിൽ 5 പൈസ എടുക്കാനുമില്ല, നിങ്ങളിങ്ങനെ ബാക്കിയുള്ളവരെ ദ്രോഹിച്ചും ഇതൊക്കെ ആയിട്ട് ജീവിച്ചോ, എന്ത് പറയാനാണ് നിങ്ങളോടെന്ന് എനിക്കും അറിയില്ല. കാരണം നിങ്ങളുടെ മൂത്ത മകനാണെങ്കിൽ ഇവിടെ കിടപ്പിലായിട്ട് കുറേ നാളുകളായി, അവനാണെങ്കിൽ യാതൊരു പുരോഗമനവും ഇല്ല, നിങ്ങൾക്കാണെങ്കിൽ ജോലിയുമില്ല ഒരു കൂലിയുമില്ല, കണ്ടവരെ ഉപദ്രവിച്ച് നടന്ന് ഉള്ള പൈസയൊക്കെ ഇല്ലാതാക്കലാണല്ലോ നിങ്ങളെ പണി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ലെന്നൊക്കെ ശ്രീമതി പറയുന്നുണ്ട്. അതിനുശേഷം വാമനാണെങ്കിലും പ്രതാപൻ്റെ അടുത്ത് പോയിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് താൻ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ, ആ കുഞ്ഞിനാണെങ്കിലും മറുകൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപനെ ഇച്ചിരി പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വാമനാണെങ്കിൽ. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ വാമൻ വിളിച്ചിരുന്നു, അവനാണെങ്കിൽ എന്നെ ആണെങ്കിൽ ആകെ മൊത്തം പേടിപ്പിക്കണമേ, അവൻ പറയാണ് ആ കുഞ്ഞിൻ്റെ കയ്യിലും മറ്റോ മറുകോ എന്തൊക്കെയോ ഉണ്ടെന്ന്, അത് നമുക്ക് ദോഷമായിട്ട് വരാൻ പോവുകയാണെന്നൊക്കെയാണ് അവൻ വിളിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടാ പ്രതാപ, അതെന്തായാലും അവൻ പറഞ്ഞത് ഒരു വെറുതെ ആയിട്ടുള്ള കാര്യമായിട്ടാണ് നീ കൂട്ടണ്ട. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ്, ആ കഥയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. കാരണം എന്തായാലും നീ ആ കുഞ്ഞിൻ്റെ അമ്മേനെ അച്ഛനെ ഒരുപാട് ദ്രോഹിച്ച ഒരാളാണല്ലോ, എന്തായാലും അവൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ആൾക്കാരാണ്, അവർക്ക് എന്ത് പണി കൊടുത്താലും അത് നമുക്ക് തന്നെയാണ് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സൂക്ഷിക്കേണ്ടത് ആ കുഞ്ഞിനെയാണ്. ഇനി ആ കുഞ്ഞ് ജീവനോട് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മുടെ മകളാണെങ്കിൽ അവിടെ ജീവിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ ആയിട്ടാണെന്ന് നമ്മളെ മുമ്പിൽ കാണിക്കുകയാണ്, പക്ഷേങ്കിൽ അവൾക്ക് അവിടെ ഒരു സന്തോഷമില്ല, അവൾക്ക് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊക്കെയാണ് ചിന്ത. ഇനി അവൾ അതുപോലെ എടുത്തു ചെറിയാൽ നീ വീണ്ടും ജയിലിലോട്ട് പോകും, അതുകൊണ്ട് ഇരു ചെവി അറിയാതെ വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കേണ്ടതെന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇതിൽ പേടിക്കാനൊന്നുമില്ല പ്രതാപ, നമുക്കെന്തായാലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുത്തോ എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും കരുണയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു, ഇനിയും ജയിലിൽ പോയി അവരെയൊക്കെ ഇടികൊള്ളാൻ എനിക്ക് വയ്യമ്മേ, ആ പോലീസുകാരൻ്റെ ഇടി കൊണ്ടാലൊന്നും കുഴപ്പമില്ല, എന്നാലും ആ മാർക്കോയുടെ ഇടി കൊല്ലാൻ
എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇനി വരില്ല മോനെ എന്നൊക്കെ നമ്മുടെ പ്രതാപനോട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണനാണെങ്കിൽ ഉണ്ണിയുടെ റൂമിലെത്തിയിട്ട് ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എപ്പോഴും ഈ പണവും സ്വത്തും മാത്രം മതി ഉണ്ണി, നീ എന്താ ഇങ്ങനെ ഒരാളായി പോയത്? അച്ഛൻ നിന്നോട് പണ്ട് പറഞ്ഞിരുന്ന കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നല്ലൊരാളായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ലെന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നീയൊക്കെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എന്നിട്ടും ഞാനത് സഹിച്ചു. വീണ്ടും വീണ്ടും നീ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഞങ്ങളെ? അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് കണ്ണനോടായിട്ടാണെങ്കിൽ, അച്ഛനെന്ന് പറയുന്ന ആളെപ്പറ്റി എന്നോട് കൂടുതലൊന്നും പറയണ്ട. എഴുതി വയ്ക്കുമ്പോൾ ഇത്തിരി സ്വർണം പോലും എനിക്ക് അയാൾ എഴുതി വെച്ചിട്ടില്ല, ഒരു സ്വത്തിൻ്റെ അംശം പോലും എഴുതി വെച്ചിട്ടില്ല. എനിക്കും ജീവിക്കണ്ടേ? ഇങ്ങനെ ഓരോരുത്തരുടെ കാലും കൈയും പിടിച്ച് ജീവിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ലെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. ഞാനെന്തായാലും എൻ്റെ കാലിന് സുഖം ഭേദമായാൽ അന്ന് ഈ പടി ഇറങ്ങുമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം ഉണ്ണി, സ്വത്തും പണവും ഒക്കെ എല്ലാവർക്കും ഒരു നിമിഷം നഷ്ടപ്പെടും. അതുപോലെ തന്നെ അത് തിരിച്ചു പിടിക്കാനും അത്ര വലിയ സമയമൊന്നും വേണ്ട. പക്ഷേങ്കിൽ ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് നീ ആ കാര്യം മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ ഉണ്ണിയോട്. ഉണ്ണിക്കാണെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഉണ്ണിയോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് പോലും ഇപ്പം നിന്നോട് വെറുപ്പാണ്. അതിനുശേഷമാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്ക് എന്തായാലും ജീവിച്ചേ മതിയാവുള്ളൂ, എൻ്റെ കാര്യത്തിൽ ആരും തന്നെ ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ വന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ണിയോട് ഒരു കാര്യവും മോനിനി പറയാൻ പോകണ്ട, അവനോട് യാതൊരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. മോനെന്തായാലും കമലേശ്വരം ആ ഒരു ടെക്സ്റ്റൈലോട്ട് ചെല്ല്, അവിടെ മോനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ. എന്തായാലും മോൻ അങ്ങോട്ടേക്ക് ചെല്ല്, ഇവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമേ ഇവൻ പഠിച്ചിട്ടുള്ളൂ, പൈസയോടും സ്വത്തിനോടും മാത്രമേ ഇവൻ ആർത്തിയുള്ളൂ. അതുകൊണ്ട് മോൻ ഇനി ഇവനോട് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് കണ്ണനെ ഉണ്ണിയടുത്ത് നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ദുർഗയാണെങ്കിലും.